കൊട്ടാരക്കരയിൽ 15 വർഷക്കാലത്തോളം MLA ആയിരുന്ന ഐഷ പോറ്റി പെട്ടെന്നൊരു ദിവസം കോൺഗ്രസിലേക്ക് പോയപ്പോൾ CPM-ന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഐഷ പോറ്റിയുടെ ആ ഒരു തീരുമാനത്തിന് പിന്നിൽ ഒരുപാട് നാളത്തെ ആലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഐഷ പോറ്റി BJP-യുമായും ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് ചില BJP നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിനെ CPM വലിയ രീതിയിൽ ഏറ്റുപിടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി തന്നെ ആയിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പുറത്തു വന്നതിന് ശേഷം ഇതുമായി പ്രതികരിച്ച് ഐഷ പോറ്റി ഒരു കുലംകുത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചകയാക്കാനുള്ള ഒരു തന്ത്രം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? ഹർഷേ, തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലോ നോക്കൂ, ഐഷ പോറ്റിയുടെ UDF പ്രവേശനം ഒരു വലിയ സർപ്രൈസായിരുന്നു. ഈ രാഷ്ട്രീയ വൃത്തങ്ങളോട് അടുത്ത് നിൽക്കുന്നവർക്ക് ഒഴിച്ചു ബാക്കിയുള്ളവർക്കൊക്കെ വലിയൊരു സർപ്രൈസാണ്. അപ്പോൾ ഈ സർപ്രൈസ് തിരുവനന്തപുരത്താണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് UDF-ന്റെ സമരവേദിയിലേക്ക് ഐഷ പോറ്റി കടന്നു വരുന്നു. ഐഷ പോറ്റിക്ക് ഒരു ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നു. പിന്നീട് VD സതീശനും കൊടിക്കുന്നിൽ സുരേഷും ബാക്കി നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നു. പിന്നെ കൊട്ടാരക്കരയിൽ വലിയ ജനസഞ്ചയത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കൊട്ടാരക്കരയിൽ UDF വേദിയിലേക്ക് ഈ പറയപ്പെടുന്ന ഐഷ പോറ്റി കടന്നു വരുന്നതൊക്കെ രാഷ്ട്രീയ കേരളം വലിയ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ രാമലീല എന്ന് പറയുന്ന സിനിമയിൽ ഈ ദിലീപ് LDF-ൽ നിന്ന് UDF-ലേക്ക് കടന്നു വരുന്ന ഒരു സീനുണ്ട്. അതിനെ വെല്ലുന്ന മാസ് പെർഫോമൻസ് ആണ് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിന്റെ പിന്നിൽ കരുക്കൾ നീക്കിയത് മാവേലിക്കരയുടെ MP കൊടിക്കുന്നിൽ സുരേഷാണ്. അത് രാഷ്ട്രീയ വൃത്തങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ പലരിലേക്ക്, പ്രതിപക്ഷ നേതാവിലേക്കൊക്കെ പോയെങ്കിലും ഞങ്ങൾ കൊട്ടാരക്കരക്കാർക്ക് അറിയാം ഇതിന്റെ പിന്നിൽ ഈ പറയപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷ് MP തന്നെയായിരുന്നു എന്നുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് അത് കൊട്ടാരക്കരയിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആളുകൾക്ക് കാണാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം UDF-ന് ഉണ്ട് താനും. നോക്കൂ, ഈ ഒരു സംഭവത്തിന് ശേഷം പ്രതികരിച്ച കൊല്ലത്ത് നിന്നുള്ള വനിതാ നേതാവ് മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞത് കുലംകുത്തി അല്ലല്ലോ, വർഗവഞ്ചക, ഈ വാക്കാണ് ഉപയോഗിച്ചത്. അതായത് ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ പ്രേമേന്ദ്രനെതിരെ കുലംകുത്തി പ്രയോഗം നടത്തിയെങ്കിൽ വർഗവഞ്ചക എന്ന പേരാണ് മേഴ്സിക്കുട്ടി അമ്മ ഉന്നയിച്ചത്. മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് അത് പറയാം. മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് CPM കൊണ്ടാകാൻ പറ്റുന്നതൊക്കെ ആയ ആളാണ് മേഴ്സിക്കുട്ടി അമ്മ. എന്തിനായിരുന്നു അവസാനം കുണ്ട്രയിൽ തോറ്റതെന്ന് അറിയാലോ. എങ്ങനെയാണ് കുണ്ട്രയിൽ ഈ പറയപ്പെടുന്ന മേഴ്സിക്കുട്ടി അമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് PC വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു MLA കുണ്ട്രയ്ക്ക് ഒരു നാഥനുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് കുണ്ട്രയിലുണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കരുതലും, അതായത് ഒരു ജൂനിയർ ഉമ്മൻചാണ്ടി സ്റ്റൈലിൽ PC വിശ്വനാഥ് കുണ്ട്രയിൽ കളം നിറഞ്ഞാടുന്നുണ്ട്. അത് മേഴ്സിക്കുട്ടി അമ്മയുടെ പിടിപ്പുകേട് കണ്ടും കിട്ടിയ അവസരം കൊണ്ട് കടൽ വരെ വിൽക്കാൻ ശ്രമിച്ചതിന്റെ ആരോപണങ്ങളിൽ നിന്നുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയൊരു 20 വർഷക്കാലത്തേക്ക് കുണ്ട്ര, അടുത്തൊരു 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കുണ്ട്ര ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കേ വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി PC വിശ്വനാഥ് അവിടെ കളം നിറഞ്ഞാടുന്ന കാഴ്ച കൊല്ലത്ത് നമുക്ക് കാണാൻ സാധിക്കും. കുണ്ട്രയുമായി അതിർത്തി പങ്കിടുന്ന പിന്നെ നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയ്ക്ക് ആരായിരുന്നു ഐഷ പോറ്റി എന്നൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഈ വർഗവഞ്ചകയെന്നും അവരെ കുറ്റം പറയാനും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരവിടെ നടത്തിയ വികസന പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ ദിവസം ഐഷ പോറ്റിയുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് നമ്മൾ ഐഷ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്കൊന്ന് വനിതാ ദിനത്തിൽ നാഷണൽ ഫെസ്റ്റിൽ ഐഷ പോറ്റിയും മേഘാ ജസ്റ്റിനുമായിട്ടുള്ള ഇന്റർവ്യൂ വരുന്നുണ്ട്. അന്ന് ഐഷ പോറ്റി ഒരു 4 പേപ്പർ മനോരമയുടെ സപ്ലിമെന്റ് എടുത്ത് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, രോഹിതേ, ഇന്ന് KN ബാലഗോപാൽ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് പറയുന്ന പദ്ധതികൾ ഇതിൽ നിന്ന് മറ്റെന്തെങ്കിലും ആണോ എന്നൊന്ന് നോക്കൂ. അതായത് കൊട്ടാരക്കര ക്ഷേത്രം, അതായത് കേരളത്തിലെ അറിയപ്പെടുന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ഭക്തി പുരസ്സരം എപ്പോഴും പറയുന്ന കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ആ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് ഒരു ക്ഷേത്ര വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രവും അതിന് ചുറ്റുപാടുമുള്ള ഭൗതിക സാഹചര്യങ്ങളും വികസിപ്പിക്കുന്നതിന് വേണ്ടി ബൃഹത്തായ ഒരു പദ്ധതി തന്നെ അന്ന് നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയെടുത്ത MLA-യുടെ പേരാണ് ഐഷ പോറ്റി. അതിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഒരൊന്നും നടത്താൻ ഈ പറയപ്പെടുന്ന KN ബാലഗോപാലിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ കൊട്ടാരക്കരയിലെ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി എപ്പോഴും സംസാരിക്കുന്നത്, കാരണം നാഷണൽ ഹൈവേയും MC റോഡും ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷൻ. അവിടെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ ഒരു ഓവർ ബ്രിഡ്ജിന് ഭരണാനുമതി നേടിയെടുത്ത MLA-യുടെ പേരാണ് ഐഷ പോറ്റി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് KN ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോലും ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ അവരൊരു AI-യിൽ നിർമ്മിച്ചൊരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊരു വലിയ തടാകമൊക്കെ ഉണ്ട്. ഈ തടാകം എവിടെയാണെന്ന് KN ബാലഗോപാൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ കൊള്ളാമായിരുന്നു. ഒരു പക്ഷേ ഇനി KN ബാലഗോപാലിന്റെ ജ്യേഷ്ഠനോ വല്ല എവിടെയെങ്കിലും പാറ പൊട്ടിച്ച പാറക്കുഴി കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചതാണോ എന്ന സംശയവും അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. അതും പേപ്പറിൽ ഒതുങ്ങുകയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് എപ്പോഴും അഭിമാനമായി പറയുന്നതാണ് ഈ പറയുന്ന കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവും KSRTC. കാരണം കൊട്ടാരക്കരയുടെ ജനകീയനായിരുന്ന MLA ഈ ഐഷ പോറ്റി തന്നെ
രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച, അതായത് പരാജയപ്പെടുത്തി, അവസാനം മത്സരിച്ചപ്പോൾ പരാജയപ്പെടുന്നത് ഐഷ പോറ്റിയോട് കൂടിയാണ്. ആർ ബാലകൃഷ്ണനുള്ള ഇന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഫാദർ, അച്ഛൻ, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യരായിരുന്നു. ആ മനുഷ്യൻ പതിറ്റാണ്ടുകളോളം KSRTC ഭരിച്ചിട്ടുണ്ട്, ഗതാഗത വകുപ്പ് ഭരിച്ചിട്ടുണ്ട്. അന്നാണ് ഈ KSRTCയിലെ സകല ബസ്സുകളും കൊട്ടാരക്കരയിൽ നിന്ന് പോകാത്ത റൂട്ടില്ല. ഏത് ജില്ലയിലെ ഏത് ഭാഗത്തേക്കും കൊട്ടാരക്കരയിൽ നിന്ന് ബസ് ഉണ്ടാവും. അത്തരത്തിൽ KSRTCക്ക് ഒരു വലിയ ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ അതേ KSRTCയുടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന സ്ഥലം കണ്ടെത്തി അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിഞ്ഞുകൊണ്ടാണ് കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറ്റത്തിന്റെ ഒരു ആരംഭം ഐഷ പോറ്റി ആദ്യ തവണ MLA ആയി വരുമ്പോൾ അവിടെ കുറിച്ചു വെക്കുന്നത്. ആ KSRTC ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ 18 കോടി രൂപയ്ക്ക് ഒരു ടെർമിനൽ പണിയാൻ പോവുകയാണ് KN ബാലഗോപാൽ. അപ്പൊ KN ബാലഗോപാലിനോട് എനിക്ക് വ്യക്തിപരമായി ചോദിക്കാനുള്ളത്, താങ്കൾ 4.25 വർഷമായിട്ട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ? ഈ അവസാനം അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണോ ഇങ്ങനെ ഒരു പദ്ധതിയുമായി വരുന്ന തറക്കല്ലിടാൻ? അപ്പൊ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലല്ലേ? ജനങ്ങൾ അങ്ങനെ സംശയിച്ചാൽ, ഞങ്ങളങ്ങനെ ചോദിച്ചാൽ കുറ്റം പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ 1 മാസക്കാലമായി ഐഷ പോറ്റി UDF പോയപ്പോഴേക്ക് ഇവരുടെ മൂട്ട് തീ പിടിച്ച അവസ്ഥയാണ്. ഇവരെന്ത് ചെയ്തു? ഇവര് സകല ഈ പണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടിരുന്നത് പോലെ ഇപ്പൊ കൊട്ടാരക്കര മണ്ഡലത്തിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഓരോ 100 മീറ്ററിലും KN ബാലഗോപാൽ ഇട്ട കല്ലാണ്. കല്ല് തട്ടി മറിഞ്ഞു വീഴുമോ എന്നുള്ള പേടിയിലാണ് ഓരോരുത്തരും പുറത്തിറങ്ങുന്നത്. സകല പദ്ധതികളും അവിടെ കൊണ്ടുവന്ന് തകർക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു മറ്റേ ഇടുക്കി ഡാമിന്റെ ഒരു ബ്രാഞ്ചും നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഒരു ബ്രാഞ്ചും കൂടി കൊട്ടാരക്കരയിൽ വന്നാൽ അവിടെ എല്ലാം തികഞ്ഞ മട്ടിലാണ് ഇപ്പൊ കൊട്ടാരക്കര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കല്ലിടിയിലെല്ലാം അങ്ങ് പ്രസിദ്ധീകരിക്കാൻ കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 18 കോടി രൂപയുടെ ഒരു കല്ലിടാൻ KSRTC ബസ് സ്റ്റാൻഡിൽ KN ബാലഗോപാലിന് സാധിച്ചു കല്ലിടാൻ. പക്ഷെ പത്തനാപുരത്തും ഇതുപോലൊരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത് ഗതാഗത വകുപ്പ് മന്ത്രി കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. എന്തായാലും ഐഷ പോറ്റിയുടെ വരവ് LDF-ൽ ചെറുതല്ലാത്ത വലിയ ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചെക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് UDF-ന്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മിയെ കൊണ്ടുപോയി CPM-ൽ വെക്കാൻ പറ്റില്ലല്ലോ, സീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആർ രശ്മിയെ പതുക്കെ പർച്ചേസ് ചെയ്ത് BJPക്ക് കൊടുത്തു. ഞാൻ അതിനെ ആരോപിക്കുന്നത് അങ്ങനെയാണ്. ആർ രശ്മിയെ പർച്ചേസ് ചെയ്ത് BJPക്ക് കൊടുത്തു CPM എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാതെ BJPക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞെടുത്ത് സന്ദീപ് വാര്യർ എന്തുകൊണ്ട് വന്നില്ല എന്ന് അന്വേഷിച്ചാൽ അതിന്റെ കാരണങ്ങൾ മനസ്സിലാകും. സന്ദീപ് വാര്യരല്ല, പാർട്ടി തലത്തിൽ ഈ CPM BJP ബാന്ധവത്തെ കുറിച്ച് പലരും സംസാരിക്കുന്നതും സംശയിക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഐഷ പോറ്റിയെ കുലംകുത്തിയാക്കാനും ഐഷ പോറ്റിയെ വർഗവഞ്ചകയാക്കാനും ഒക്കെയുള്ള ശ്രമം കഴിഞ്ഞ കുറെ കാലം കൊണ്ട് എന്ത് നടക്കുന്നുണ്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഐഷ പോറ്റി സംസാരിക്കുന്നത് എന്താണ്? ഞാൻ ബാക്കി വെച്ചുപോയ വികസന പ്രവർത്തനങ്ങൾ 5 വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്നതാണ്. എന്റെ സ്വപ്നങ്ങൾ, എന്നോടൊപ്പം നിന്ന ആളുകളുടെ സ്വപ്നങ്ങൾ, നാടിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാനാണ് അവസരം ചോദിക്കുന്നത്. 5 വർഷക്കാലം കൊണ്ട് കൊട്ടാരക്കരയിൽ യാതൊരു വിധമായ വികസനങ്ങളും നടന്നില്ലാന്നേ. വെറും വാഗ്ദാനങ്ങളിലും ഈ കല്ലിടലിലും മാത്രമായി ഒതുങ്ങുകയാണ്. മറ്റു മണ്ഡലങ്ങൾ ഇതിനെ കാണേണ്ടത് എങ്ങനെയാണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണണം. അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾ പല പ്രതീക്ഷകൾ വെച്ചു പുലർത്തും എന്നുള്ളതാണ്. ഐഷ പോറ്റി ഇടതുപക്ഷത്ത് നിന്നാലും വലതുപക്ഷത്ത് നിന്നാലും, അതല്ല ഇനി BJP-യിലേക്ക് പോയി എന്ന് പറഞ്ഞാലും ഐഷ പോറ്റിയുടേതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കൊട്ടാരക്കരയിൽ സാധിച്ചിട്ടുണ്ട്. ഇനി വിഷയം എന്താണ്? BJP-യുമായി ഇവർ ചർച്ച നടത്തിയോ എന്നുള്ളതാണ്. സ്വാഭാവികമായി ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഒരു രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവ് അവർ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അസ്വസ്ഥരാണ് അല്ലെങ്കിൽ അസ്വസ്ഥയാണ്, അവരവിടെ നിന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ അവരെ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കാൻ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകും. അപ്പൊ സ്വാഭാവികമായും വീട്ടിൽ കയറി വരുന്നവരോട് ഇറങ്ങിപ്പോ എന്ന് പറയാൻ കുടുംബത്തിൽ പറഞ്ഞ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇപ്പൊ G സുധാകരന്റെ കേസ് എടുക്കൂ. G സുധാകരനെ അനുനയിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പേരുടെ പേര് പടാറ്റമാട്ടെന്ന് പറഞ്ഞു. MV ഗോവിന്ദൻ ഫോൺ വിളിക്കുന്നു, പിന്നെ സഖാവ് സുജാത പോയി കാണുന്നു, ഒരു രക്ഷയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും G സുധാകരൻ KC വേണുഗോപാലിനെ കണ്ടിരുന്നു കുറെ കാലം മുമ്പ്. പക്ഷെ അവർ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞെങ്കിലും രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടായേക്കാം. ഈ BJP നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ BJP എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകാം. ഒരു പക്ഷേ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. G സുധാകരൻ അങ്ങനെ BJP-യിലൊന്നും പോകുന്ന ആളല്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ഐഷ പോറ്റിക്ക് എപ്പോഴും ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് മുഖമുള്ള നേതാവൊന്നുമല്ല ഐഷ പോറ്റി. ഒരു സാധാരണക്കാരിയായ അവരുടെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽ നിന്നുള്ള ഒരു സാധാരണക്കാരിയായ ഒരു വക്കീലാണ് ഐഷ പോറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് BJP-യിലേക്ക് വന്നാൽ BJP-ക്ക് കൊട്ടാരക്കരയിൽ ഒരു വേഗത്വം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ലക്ഷ്യത്തോടുകൂടി BJP അവരോട് സംസാരിച്ചിട്ടുണ്ടാകാം. അവർ നിഷേധിക്കുന്നില്ലല്ലോ. അവർ പറഞ്ഞല്ലോ, പലരും എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു, ഞാൻ അവരോടെല്ലാം സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഭാഷയിൽ നോ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇത്തവണ ഞാൻ ഐഷ പോറ്റിയുടെ വീട്ടിലേക്ക് ഇന്റർവ്യൂ എടുക്കുന്നതിന് വേണ്ടി ഞാൻ കൂടി ചെന്നപ്പോ
എന്നെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അന്ന് രോഹിത് ഇവിടെ വന്നിരുന്നത് എന്നോട് UDF പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ രോഹിത് അതിന്റെ സാധ്യതകളെ പറ്റിയൊക്കെ നമ്മൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചത്. അപ്പോഴൊന്നും എന്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം വിട്ട്, പ്രസ്ഥാനത്തിന്റെ പാർട്ടി മെമ്പർ ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇനി ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചിരുന്ന ഞാൻ പെട്ടെന്നൊരു ഒരു ദിവസം എന്റെ തീരുമാനത്തിൽ മാറ്റിയതാണ്. അപ്പൊ ആദ്യം രോഹിത് എന്റെ അടുത്ത് വരുമ്പോൾ ഒരു പ്രസ്ഥാനത്തിലും ഇല്ലാതെ XMLA എന്ന നിലയിൽ വീട്ടിലിരിക്കുകയാണ്, വക്കീൽ എന്ന നിലയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഞാൻ UDF കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായി നിൽക്കുന്നു. അപ്പൊ ജനങ്ങൾ, അത് സഖാക്കന്മാരൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് പൊതുമധ്യത്തിൽ ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവരൊക്കെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നു എന്ന വിശ്വാസം തന്നെയാണ് ഐഷ പോറ്റിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികം കൊട്ടാരക്കരയിൽ ഒരു ഫൈറ്റിന് ചെറുതായി കാണാൻ പറ്റില്ല. KN ബാലഗോപാൽ അത്ര ചെറിയ കക്ഷിയല്ല, പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനാണ്. അപ്പൊ സ്വാഭാവികമായി ഇന്നത്തെ സാഹചര്യത്തിൽ KN ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ അല്പം വിയർപ്പൊഴുക്കണമെങ്കിൽ അതിന് UDF ക്യാമ്പിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് UDF കിട്ടിയിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയുടെ പേര് ഐഷ പോറ്റി എന്നുള്ളത് തന്നെയാണ്. ഈ കൊല്ലത്തെ ഒരു വല്ലാത്തൊരു ചിത്രം ഉണ്ടാകും ഇത്തവണ. എല്ലാ കൊല്ലവും അഭിമാനത്തോടെ LDF ചേർത്ത് പിടിക്കുന്ന കൊല്ലം ഇത്തവണ അവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക്, UDF പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് കൊല്ലത്തെ പല സീറ്റുകളിലും അട്ടിമറി സംഭവിക്കും. ആ അട്ടിമറി UDF അനുകൂലമായിരിക്കും എന്നുള്ളതാണ്.